നമ്മൾ കുറച്ച് അരിപ്പപ്പടം ഉണ്ടാക്കാൻ പോകട്ടോ ഒന്ന്. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് പച്ചരി. ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് രാത്രി കുതിർത്താൻ വെച്ചതാണ്. അപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തിട്ട് കേട്ടോ മിക്സിയിൽ. എന്നിട്ട് കുറച്ച് എള്ളും ജീരകവും ചേർത്തിട്ടുണ്ട് അതിൽ. ഇത് ഈ ഒരു ഇതിൽ കൺസിസ്റ്റൻസിയിൽ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു ലൂസിൽ എടുക്കണം. കട്ടിയായിട്ട് എടുക്കരുത്, ലൂസായിട്ട് എടുക്കണം മാവ്. എന്നിട്ടിത് നമുക്ക് തട്ടിൽ പരത്തിയിട്ട് ആവി വെച്ചെടുക്കാം. ഇതിൽ മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. മുളക് പൊടിയോ വറ്റൽമുളകോ അരയ്ക്കണ സമയത്ത് 2 വറ്റൽമുളക് ഇടാമെങ്കിൽ. ഇതിപ്പോൾ വെള്ള പപ്പടമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. വറ്റൽമുളക് ചേർത്തി അത് ചുവന്ന പപ്പടമായിരിക്കും, ചുവപ്പ് കളറായിരിക്കും. വെള്ള പപ്പടം ഉണ്ടാക്കണത് കേട്ടോ. ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മളത് പ്ലേറ്റിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ടാണ് കുറച്ച് ചൂടോടെ കൂടെ തന്നെ അത് എടുത്ത് മാറ്റണം കേട്ടോ. മാറ്റിയെടുത്ത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കത് അടുത്ത് മാറ്റാം. ഒരെണ്ണം കിട്ടിയിട്ടോ. ഒരെണ്ണം നന്നായി കിട്ടി. ചിലതിങ്ങനെ പൊട്ടിപ്പോകും. അതുപോലെ എല്ലാം നമുക്ക് അതിനെടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ടത് വെയിലത്ത് വെച്ച് ഉണക്കണം. വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പാക്കിങ് ചെയ്യും. ഞാനത് ഇതുപോലെ ഉണ്ടാക്കി ഉണക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ടുണ്ടാക്കിയതും ഉണ്ട്, വെള്ളപ്പപ്പടമുണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പൊരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടാവുന്നു. നമുക്കൊരു പപ്പടമായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് വറ്റൽമുളക് ഉണ്ടാക്കിയതാണ്. കുറച്ച് ചുവപ്പ് കളറുണ്ടാവും ചെറുതായി. പിന്നെ അധികം കനമൊന്നും ഉണ്ടാവില്ല, നൈസായിട്ടല്ല ഉണ്ടാക്കുന്നത്. പെട്ടെന്നാവും. നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ. നന്നായിരിക്കും. കുട്ടികൾക്ക് ലഞ്ചിൻ്റെ കൂടെ കൊടുത്തയക്കാനും വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റുള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതാവുണ്ടോ, ഇതാണ് പപ്പടം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. അത് മരയുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടപ്പെടും. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.